वीरगर्भितं धीरं कृतकृत्यं चडुलं स्फुटतरनिपुणं कर्मं പാടാമീ നാടിൻ കാവൽ സംഗീതം നേടാം നന്മതൻ സ്നേഹം സന്തോഷം തേടാമെന്നെന്നും ശാന്തിതൻ സന്ദേശം ചേരാം നേരിന്റെ ലോകം കണ്ടെത്താൻ സത്യം പാലിക്കാൻ നിത്യം രക്ഷിക്കാൻ നിൽക്കുമ്പോൾ മൃദുഭാവം ദൃഢകൃത്യം ഇത് സേന നമ്മുടെ സേന കഠിനം ചലനം മൃദുമൃദുരം പ്രിയവചനം ഞങ്ങൾക്കും നിങ്ങളാശ്രയം എന്നെന്നും നൽകും സാന്ത്വനം വഴികാട്ടുവാൻ ജനമൈത്രിയായി കയ്യെത്തും ദൂരത്തെ സേന എന്നെഞ്ചിൻ കാവൽ സേന ശാന്തിരതം ഭയഭയരഹിതം വീരം മുഴകൃത്യം ചടുലം സ്ഫുടതരനിപുണം അതിശക്താനിപുണം സ്വയം നിജഹൃദയം കഠിനം ചലനം മൃദുമൃദുരം പ്രിയവചനം ശാന്തിരതം ഭയഭയരഹിതം വീരം മുഴകൃത്യം ചടുലം സ്ഫുടതരനിപുണം കർമ്മം നമ്മുടെ സേന. Goodness, stay with God. ഞാനിപ്പോൾ നിൽക്കുന്നത് മലക്കപ്പാറ പുതിയ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. നമുക്ക് അതിനകത്തോട്ട് പോവാം. നമ്മുടെ DYSP സന്തോഷ് സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. സാറിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഒരു പുതിയ സ്റ്റേഷന്റെ ഒരു ഇത് വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിച്ചത്? സാർ വളരെ മനോഹരമായിട്ടുണ്ട്, പ്രത്യേകിച്ച് തേയിലത്തോട്ടവും ഈ കാലാവസ്ഥയും എല്ലാം വളരെ മനോഹരമാണ്. എങ്ങനെയാണ് സാറേ ഇത്തരത്തിൽ ഒരു പണി കഴിപ്പിക്കാൻ സാധിച്ചത്? ബോർഡർ പോലീസ് സ്റ്റേഷൻ എന്നുള്ള അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് ഭാവിയിലേക്ക് ഉണ്ടാകുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു പോലീസ് സ്റ്റേഷൻ. ഇത് ഏകദേശം 7000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതുവരെ ഏകദേശം 1.5 കോടി രൂപയുടെ ചെലവിലാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനപ്രതിനിധികളടക്കം നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരടക്കം ഇതിൻ്റെ ഫുൾ സപ്പോർട്ട് അതിനനുസരിച്ചിട്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞത്. ഏകദേശം 1 വർഷം എടുത്ത് മാത്രമേ ഉള്ളൂ ഇത്ര ഈ രീതിയിലേക്ക് എത്താൻ. അപ്പോൾ ഇത് പിന്നോട്ട് പ്രവർത്തനം തുടങ്ങുകയാണ്. നാട്ടുകാരെല്ലാവരും തന്നെ പൂർണ്ണ സഹകരണം ഇതിന് ലഭ്യമായിട്ടുണ്ട്. ഇതിനി തുടർന്നു കൊണ്ടുപോകുന്നു വിശ്വസിക്കുന്നു. ഈ കോവിഡ് കാലത്തിൽ ഇവിടുത്തെ സുരക്ഷയെ കുറിച്ച് എന്താണ് സാറിന് പറയുന്നത്? തേയില തൊഴിലാളികളും അതെല്ലാം ജില്ലാ ഭരണകൂടത്തിനോടനുബന്ധിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് പോസിറ്റീവ് കേസുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടില്ല. ഇപ്പോൾ പോസിറ്റീവ് കേസുകൾ ഇല്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ബോർഡറിൽ പരിശോധന വളരെ കർശനമാണ്. ആരോഗ്യവകുപ്പും പഞ്ചായത്തും അതുപോലെ തന്നെ പോലീസിൻ്റെയും പരിശോധന വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം തന്നെ. മലക്കപ്പാറ CA ദീപു സാർ എന്നോടൊപ്പം ഉണ്ട്. നമുക്ക് ചോദിക്കാം, പ്രത്യേകിച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് സാറ് വന്നിരിക്കുന്നത്. സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ 27-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. കൂടുതലായിട്ട് സ്ട്രക്ചർ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും സഹായിച്ചത് നമ്മളെ മുരളി സാറാണ്. ഞാൻ 5 ദിവസം ആകത്തുള്ളൂ. അപ്പോൾ ഇത് പ്രകൃതി രമണീയമാണ്, ബോർഡർ സ്റ്റേഷനാണ്, ട്രൈബ്സ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്, ഒരു സൈലൻറ്റ് അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ഈ കോവിഡായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തേയില തൊഴിലാളികളും മറ്റു തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലമാണ്, ആദിവാസികളൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അത്തരത്തിൽ എന്ത് സുരക്ഷയാണ് ഇവർക്ക് ഈ കോവിഡ് കാലത്ത് കൊടുക്കാൻ പോലീസ് സാധിക്കുക? തീർച്ചയായിട്ടും ഇവിടെ കോവിഡിനെ തടഞ്ഞു നിർത്തിയത് ഇവിടെ പോലീസ് തന്നെയാണ്.
ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞത് 3 പേർക്കായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ളൂ. ഇവിടെ വ്യാപനം വളരെ ഇല്ല. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോർഡർ ചെക്കിംഗ് ഉണ്ട്. ഹെൽത്ത്, പോലീസ് നല്ല ചെക്കിങ്ങാണ്. വ്യാപനം വളരെ കുറവാണ്. സ്റ്റേഷൻ്റെ കാര്യത്തിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് എന്തൊക്കെ വേണം, പ്രത്യേകിച്ച് കസാര അല്ലെങ്കിൽ ഇവിടെയുള്ള ഉപകരണങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒരു ദിവസം ഞാനും സാറിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നമ്മുടെ SI സാറ്, മുരളി സാറ് നമ്മുടെ ഒപ്പം ഉണ്ട്. SI സാറിനോട് ചോദിക്കാം, എത്തരത്തിലാണ് ഇങ്ങനെ മനോഹരമായൊരു കെട്ടിടം രൂപകൽപ്പന ചെയ്യാനുള്ള കാരണം എന്താണ്? എന്താ സാർ ഇത്തരത്തിലൊരു വലിയ മനോഹരമായിട്ടുള്ള, പഴയ പോലീസ് സ്റ്റേഷനെ പോലെയല്ല, വളരെ മനോഹരമായിട്ടൊരു പോലീസ് സ്റ്റേഷനാണ്. അത് സാറിന്റെ പ്രയത്നം ഒത്തിരി ഉണ്ട്. എന്താണ് അതിനെ കുറിച്ച്? 1982 ഈ സ്റ്റേഷൻ ആരംഭിച്ചത്. അന്ന് ടാറ്റയുടെ ഒരു ഫീൽഡ് ഓഫീസറുടെ ഒരു ബംഗ്ലാവാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് ചോർന്നടിക്കുന്ന ബംഗ്ലാവായിരുന്നു. കുറച്ച് മാറ്റം വരുത്തി കുറച്ച് സെല്ലൊക്കെ പണിത് ആരംഭിച്ചു. ഞാൻ 98 ഇവിടെ പോലീസുകാരായിട്ട് വന്നു. അന്ന് തുടങ്ങി ആ നാൾ തുടങ്ങി ഇതുവരെ വർക്ക് എല്ലാ പോലീസുകാരും ഒരു ആഗ്രഹമായിരുന്നു ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുക വെച്ചാൽ. പക്ഷേ മറ്റുള്ള സ്ഥലത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുക വെച്ചാൽ. കാരണം ഇവിടെ മൊത്തം ലാൻഡ് ടാറ്റയുടെ കയ്യിലാണ്. ഇവിടുത്തെ ലാൻഡ് അൺറിസർവ്ഡ് ഫോറസ്റ്റാണ്. ആ ലാൻഡ് വിട്ടിടുക തന്നെ ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്റ്റേഷനാണിത്. പിന്നെ മാവോയിസ്റ്റ് ഭീഷണിയും ടൂറിസ്റ്റ് സെൻ്ററും ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അതിന് ഉള്ള രൂപകൽപ്പനയാണ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചത്. അങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമായി. പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തകരും പ്രത്യേകിച്ച് സന്നദ്ധ സംഘടനകളെല്ലാം നമ്മളിവിടെ സഹായിച്ചു. ഗുഡ്നസ് ടീമിനെ പറ്റി ഞാൻ വളരെ നല്ല അഭിപ്രായമാണ്. നമ്മൾ എന്ത് കാര്യത്തിൽ ഞാൻ ആദ്യം ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ ചെന്നപ്പോൾ നമുക്ക് 100% ഒരു വാക്ക് പറഞ്ഞോളൂ, നമുക്ക് വളരെ നല്ല സഹായം നിങ്ങളുടെ കയ്യിൽ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതിന് നന്ദി. ഞാൻ ഈ സ്റ്റേഷനിൽ വർക്ക് സബ് ഇൻസ്പെക്ടർ നിലക്ക് ഞാനായിരുന്നു ഇവിടെ ഒരു വർഷക്കാലം വന്നിട്ടുള്ളൂ. ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ മനോഹരമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ എൻ്റെ ഇതിൽ ആദ്യമായിട്ട് കാണുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ റൂറൽ ഒരു മനോഹരമായ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ്. തീർച്ചയായിട്ടും നേരത്തെ സാറ് പറഞ്ഞ പോലെ കോവിഡ് കാലം ആണെങ്കിൽ പോലും ഇത് നോക്കി എത്ര മനോഹരമായിട്ടാണ് തൈലത്തോട്ടം, ഇതിൻ്റെ നടുകത്താണ് ഒരു പോലീസ് സ്റ്റേഷൻ. കോവിഡിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. പോലീസിൻ്റെയും ആരോഗ്യ പ്രവർത്തനത്തെയും പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾക്കൊള്ളണം. ഞാൻ റോയ് പൗലോസ്, മലക്കപ്പാറ സ്റ്റേഷനിലെ ASI ആണ്. നിങ്ങൾ കണ്ടു കാണും, മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ വളരെ മനോഹരമായിട്ട് പണി തീർന്നിരിക്കുകയാണ്. നമ്മുടെ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 7000-ഓളം സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തരം ബിൽഡിംഗ് ആണ് ഇത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടെ മലക്കപ്പാറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്ര നല്ലൊരു ബിൽഡിംഗ് ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 88 കിലോമീറ്റർ യാത്ര ചെയ്ത് മലക്കപ്പാറയിലെത്തുമ്പോൾ മലക്കപ്പാറയിൽ ടാറ്റ ടീയുടെ ഉടമസ്ഥയിലുള്ള ഏകദേശം 1800 ഹെക്ടർ സ്ഥലത്താണ് ഇവിടെയുള്ള ആൾക്കാരുകളും ഇവിടെയുള്ള തൊഴിലാളികളും താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടാണ് നമ്മുടെ അധികാരികളും നമ്മുടെ മേലുദ്യോഗസ്ഥരും കൂടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പോലീസ് സ്റ്റേഷൻ. ഇതിൽ എനിക്ക് 1-2 കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് സൂപ്രണ്ട് ഇതിൻ്റെ പണി തുടങ്ങിയ ഘട്ടം മുതൽ അദ്ദേഹം ഇടയ്ക്ക് വന്ന് ഈ സ്റ്റേഷൻ സന്ദർശിക്കുകയും ഇതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റേഷൻ ഇപ്പോൾ പണി തീർന്നതും ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥയിലെത്തിയതും. ഇത്ര നല്ല മനോഹരമായി തീർന്നു. പിന്നെ ഇവിടുത്തെ പ്രകൃതിയെ ഭംഗിയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടുന്ന് വരുമ്പോൾ 88 കിലോമീറ്റർ, ഈ 88 കിലോമീറ്ററും നമുക്കൊന്ന് കണ്ണ് ചിമ്മാതെ തന്നെ കാണേണ്ട ഒരു സ്ഥലങ്ങളാണ്. കാരണം അതിരപ്പള്ളിയുണ്ട്, വാഴച്ചാലുണ്ട്, അതിനിടയിൽ പല ഡാമുകളുണ്ട്, പല പുഴകളുണ്ട്. ഇതൊക്കെ കണ്ട് നിങ്ങൾ അതിമനോഹരമായ ഒരു യാത്ര കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായി തന്നെ നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾ ഈ ഉദ്ഘാടന ചടങ്ങ് നന്നാക്കാനും ഇത് ഇത്ര മനോഹരമാക്കാനും ഈ പോലീസ് സ്റ്റേഷൻ പണിയാനും ഒക്കെ സഹായിച്ച ഇവിടുത്തെ ജനങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഇവിടുത്തെ പോലീസിൻ്റെ മേലുദ്യോഗസ്ഥരുണ്ട്. എല്ലാവരോടും മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ്. ASI Thrissur, Vigilant and Anti-Corruption Bureau, Sri Biju
Sri Radhakrishnan AK, SA State Special Branch. പോലീസ് സ്റ്റേഷന് വേണ്ടി പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ കേരള മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയനോടുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനമാണ്. അപ്പോൾ എന്തായാലും വിജയൻ ചേട്ടനെ പോലുള്ള ജോംപോൾ ചേട്ടനുള്ള ആൾക്കാരെല്ലാം വന്നു. ഈ സ്റ്റേഷനെ കുറിച്ചും ഈ പ്രകൃതി മനോഹരത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത്രയും പ്രകൃതി മനോഹരമായൊരു സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ പുതിയതായിട്ട് പണിതു. പിന്നെ അത് മാത്രമല്ല, ജനങ്ങളായിട്ടുള്ളൊരു പോലീസിൻ്റെ സമ്പർക്കം, അവരായിട്ട്, അതായത് പോലീസും ജനങ്ങളും തമ്മിലുള്ളൊരു ബന്ധം, അത് വളരെ കൃത്യമായിട്ട് കൊണ്ടു നടക്കാൻ പോലീസിന് സാധിച്ചു. അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ പുതിയ ഉദ്ഘാടനം നടന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. വിജയൻ ചേട്ടൻ എന്തായാലും തൃശ്ശൂരിൽ നിന്ന് യാത്ര ചെയ്ത് മലക്കപ്പാറ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ മലക്കപ്പാറ വന്ന് കണ്ടപ്പോൾ സാധാരണ ഒരു ടൂർ പോവുക അല്ലെങ്കിൽ ഒരു ഇങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് പോവുക എന്നൊരു സ്ഥിതിയിലേക്കാണ് ഓരോ ദിവസം നമ്മൾ ഓരോ ഇതിൽ പോകുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു പേടി തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷൻ കാണുമ്പോൾ ഒരു ഭീകരത തോന്നുന്ന ഒക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴും കാണുമ്പോൾ അങ്ങനെ അതെന്നൊക്കെ മാറിയിട്ട് ആർക്കും എപ്പോഴും കയറി വരാവുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ. ഇത് കണ്ടപ്പോൾ എന്താണ് ചേട്ടന് തോന്നിയത്? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാനൊരു പോലീസുകാരനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായി. കാരണം ഇതിനു മുന്നേ ഞങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് ഞാനും SI വിനയനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോയി ഞങ്ങളും കൂടി കുറച്ച് കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു പിള്ളേർക്കൊക്കെ. അതാണ് ഈ പോലീസും മറ്റേ ജനങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ആദ്യത്തെ കാലത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയും ഭയമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോലീസും നമ്മൾ ജനങ്ങളുമായിട്ട് ഭയങ്കര മിങ്കിൾ ചെയ്ത് പോകണമാണ്. അത് തന്നെയാണ് വലിയൊരു വിജയം തന്നെ. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു, ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് ഇത്രയും നല്ലൊരു പോലീസ് സ്റ്റേഷൻ, ഇത്ര വലിയൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയത്. കാരണം ആ ജനങ്ങളും ഈ നമ്മുടെ പോലീസുകാരും കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് കൂട്ടായ്മ മിങ്കിൾ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു പോലീസ് സ്റ്റേഷൻ ഇവിടെ വന്നത്. അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്കറിയാം ഋഷിയ സിംഗ് സാറ്, അങ്ങനെ കുറേ VIP വന്നു. പിന്നെ നമ്മുടെ ഗവൺമെൻറ് മുഖ്യമന്ത്രി അത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. അതൊക്കെ വലിയ, നമ്മളൊക്കെ സംബന്ധിച്ച് ഞങ്ങളെ പോലീസിന് വലിയൊരു പ്രൗഡാണത്. കാരണം ഇത്രയും വലിയൊരു പോലീസ് സ്റ്റേഷൻ പണിയാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണത്. തീർച്ചയായിട്ടും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. സാധാരണ കുട്ടികൾക്ക്, സ്ത്രീകൾക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഒരു പക്ഷേ വരാൻ ഭയമുണ്ടായി. ഇപ്പോൾ ജനമത്തൊരു പോലീസാണ്, ജനങ്ങളോട് അടുത്ത് ഇണങ്ങി നിൽക്കുന്ന പോലീസാണ് ഇപ്പോൾ ഉള്ളത്. ഈ പോലീസ് സ്റ്റേഷനിൽ അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? ഇല്ല, കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാ പോലീസ് സ്റ്റേഷനല്ല, എല്ലാ പോലീസ് സ്റ്റേഷനും ജനങ്ങളായിട്ട് ഭയങ്കരമായിട്ട് സമ്മർദ്ദം പുലർത്തുന്നതാണ്. അതുകൊണ്ട് പോലീസുകാരുടെ അടുത്ത് ചെല്ലാൻ, എന്ത് കാര്യങ്ങളും പറയാൻ, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത സമയമാണ് ഇപ്പോൾ. അതാണ് ഏറ്റവും വലിയ വിജയം. നമ്മുടെ കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാണ്. നമുക്കറിയാം, കാരണം ലോക്ക്ഡൗൺ സമയത്ത് ഇപ്പോൾ ഈ ഡോക്ടർമാരും ഈ നഴ്സുമാരും അതേപോലെ പോലീസും ഹെൽത്തും അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ട്, ജനങ്ങളെ അത്രയധികം സപ്പോർട്ട് ചെയ്ത്, ഇപ്പോൾ ഈ കൊറോണ സമയത്ത് വരെ അങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മളൊക്കെ സംബന്ധിച്ച് വലിയൊരു പ്രൗഡാണ്. കാരണം പോലീസും ഹെൽത്തും ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഫ്ലഡ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജാതിഭേദം വ്യത്യാസമില്ലാണ്ട് അത്രയും ഉള്ളിലേക്ക് ചെല്ലണം. അത് വലിയൊരു സംഭവം തന്നെയാണ്. ഈ COVID-19 കൊറോണ വൈറസ് വ്യാപനം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെയൊക്കെ 1, 2, 3 കേസൊക്കെ തുടക്കകാലത്ത് നമ്മൾ ഒരുപാട് ജാഗ്രതയോടെ മുന്നോട്ട് പോയി. പക്ഷേ ഈ സമയം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കൈവിട്ടു പോയ ഒരു സമയമാണ്. എന്താണ് പ്രേക്ഷകരോട് ഈ സമയത്ത് ചേട്ടൻ പറയാം? ഇല്ല, എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഭയങ്കരമായിട്ട് കൂടി. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര കൂടി നിൽക്കുന്ന സമയമാണ്. നമ്മൾ ആ ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെയാണ് നിന്നത് അതേമാതിരി തന്നെ പോയാൽ തന്നെയാണ് നമുക്ക് അതിനെ, ഇത്ര മഹാരോഗത്തിന് നമ്മൾ തന്നെ വിചാരിക്കണം. ആ രോഗം പോകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചിട്ട് ആ രോഗം പോകുള്ളൂ. അല്ലെങ്കിൽ
ഭയങ്കര ബുദ്ധിമുട്ടാവും, ഇതിനേക്കാളും വലിയ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ തന്നെ കുറച്ചുകൂടി സാക്രിഫൈസ് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് ഇപ്പോൾ സർക്കാർ എന്താ പറയുക അതവർ നടക്കാൻ വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇത്രയും വലിയ രോഗത്തിനെ അകറ്റാൻ പറ്റും. കാരണം മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് റെഡിക്കും അതിൻ്റെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ, അത്ര സീരിയസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു നമുക്ക് പേടിച്ചാൽ പറ്റും. ആ ഒരു പേടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കും. മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിൽ, ഇത്രയും വലിയ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. വളരെ പ്രയത്നിച്ചാണ് പോലീസ് സേന നമ്മുടെ കോവിഡിൻ്റെ എണ്ണം കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൗൺ അതിൻ്റെ നിബന്ധനകൾ കുറച്ച് കൊണ്ടുവന്നിട്ട് കുറേയധികം ആളുകൾ പുറത്തേക്ക്, നമ്മുടെ ആളുകൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി കച്ചവടമായാലും ശരി, സാധനങ്ങൾ വാങ്ങാനായാലും ശരി, യാത്ര ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കും എല്ലാം തന്നെ പുറത്തിറങ്ങിയ സാഹചര്യം. വളരെയധികം അതീവ ജാഗ്രത നമുക്ക് വേണം. കാരണം പഴയതുപോലെ വീടുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നവരല്ല നാം, ഇന്ന് പുറത്താണ്, റോഡുകളിലാണ്. അതുപോലെ തന്നെ മറ്റ് പലയിടത്തുനിന്നും ഇവിടെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ പോലീസ് മാത്രം വിചാരിച്ചുകൊണ്ടോ ഗവൺമെൻറ് മാത്രം വിചാരിച്ചുകൊണ്ടോ സർക്കാർ ഏജൻസികൾ മാത്രം വിചാരിച്ചുകൊണ്ടോ നടക്കില്ല. ഇവിടെ വേണ്ടത് ഞങ്ങളിതുവരെ നോക്കി, ഇനി നിങ്ങളും കൂടെ നോക്കുക. നമ്മുടെ സുരക്ഷിതത്വം നമുക്ക് ഒരുമിച്ച് നോക്കാം, ഒരുമിച്ചുണ്ടാവും. എത്ര കാലം ഉണ്ടായിരുന്നത് ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി പലപ്പോഴും. പക്ഷെ ഞങ്ങൾ എന്നിട്ടും മടുത്തില്ല. കാരണം ഞങ്ങൾക്ക് ജനസേവനം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ഒരാൾ പോലും അഫക്റ്റ് ചെയ്യരുത് എന്നുള്ളത്. ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പോലീസുകാരനെ അഫക്റ്റ് ചെയ്തപ്പോൾ പോലും ഞങ്ങൾ മറ്റ് പോലീസുകാർ തൽക്കാലം മാറി നിന്നിട്ട് അതിന് പകരം മറ്റ് പോലീസ് സ്റ്റേഷനിൽ കൂടെ പോലീസുകാർ വന്നു അവിടെ ഡ്യൂട്ടി നോക്കി. ഞങ്ങൾ അതുകൊണ്ടാണ് എത്രയുണ്ടോ അത്രയും കാലം ഞങ്ങൾ പോകാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ അതിജീവനത്തിന്, ഇനിയുള്ള കാലത്തിന് ഇത് പടർന്നു പിടിച്ച് വേറൊരു തലത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ഇത് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ടു പോകും. അതുകൊണ്ട് തന്നെ സ്വയം സുരക്ഷിതത്വം. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ട് ഫേസ് മാസ്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാനും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും, ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ മറന്നു പോകാനുള്ള സാഹചര്യമുണ്ട്. പലപ്പോഴും കാണുന്നത് അതാണ്. പിന്നെ 2 ഓവർ കോൺഫിഡൻസ്, എനിക്ക് വരില്ല എന്നുള്ളത്, ഇതുണ്ടാകാൻ പാടില്ല. എപ്രകാരമാണോ നമ്മൾ ആദ്യം തൊട്ട് ഈ കൊറോണ വൈറസിനെ അകറ്റി നിർത്തിയിരുന്നത് അതുപോലെ തന്നെ വീണ്ടും ഉണ്ടാകണം. ചുരുക്കത്തിൽ നമ്മൾ ജീവിക്കണം, അതിജീവനത്തിൻ്റെ കാലം വേണം. കൊറോണയോടൊപ്പം നാമും എങ്ങനെ ജീവിക്കും എന്നൊരു ബോധം, ആ രീതിയിലേക്കാണ് വരേണ്ടത്. Salute! Present! Arms! Order! Arms! ഈ കൊറോണ വൈറസ് പ്രോബ്ലം വന്ന ശേഷം എനിക്കറിയാം പല ആൾക്കാർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമുക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഈ സമയത്തെ പോലീസിൻ്റെ ജോലി വളരെ ഡിഫറെൻ്റായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം ഉണ്ടെങ്കിൽ മാത്രം എല്ലാ കാര്യങ്ങളും ഉണ്ട്.
ജീവിതം ഇല്ലെങ്കിൽ ഒന്നുമില്ല. നമുക്ക് കേരള പോലീസിൻ്റെ കുറച്ച് ഡയറക്ഷൻസ് ഉണ്ട്. ഈ ഡയറക്ഷൻ എല്ലാവരും അനുസരിക്കണം. അനുസരിച്ചാൽ മാത്രം നമുക്ക് എല്ലാവർക്കും നേട്ടമുണ്ടാകും. I actually appeal to everybody that comply with the directions, comply with the request made by the police officers. This will be good for all of us. Let us fight Corona together and we will definitely defeat it. അതിൽ എനിക്കൊരു സംശയമില്ല. കാക്കിക്കുള്ളിലെ മനുഷ്യ സ്നേഹികളെ, നിങ്ങൾ തരുന്ന സ്നേഹവും നിങ്ങൾ കാണിക്കുന്ന കരുതലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസവും അതുണ്ടല്ലോ, ഈ 3.5 കോടി ജനങ്ങൾക്ക് നൽകുന്ന ഊർജം വളരെ വലുതാണ്. നമ്മൾ അതിജീവിക്കും. കൊറോണ എന്ന യുദ്ധം നമ്മൾ ജയിക്കും. കേരള പോലീസ് കൂടെയുണ്ട്. നല്ല നാളേക്കായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറക്കാതെ കാണുക. Your protection is our responsibility. Kerala Police is with you. Your safety is our duty. Kerala Police is with you. ഞങ്ങൾ നിങ്ങളുടെ കൂടെ എല്ലാ സമയത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, ഗുഡ്നസ് TV, നല്ല നാളേക്കായി, D സർവീസ് പാർക്ക്, ഓപ്പോസിറ്റ് പയസ് 10 ചർച്ച്, SRM റോഡ്, പച്ചാളം, കൊച്ചിൻ, കേരള, ഇന്ത്യ 682012. ഫോൺ 8606420088. വെബ്സൈറ്റ് www.goodnesstv.in. ഇമെയിൽ nallanaalekkai.goodness@gmail.com. അടിയന്തര ആവശ്യങ്ങൾക്ക് ഇനി 112 വിളിക്കാം. നമസ്കാരം, പോലീസ് കൺട്രോൾ റൂം. ഹലോ. പൊതുജനങ്ങൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിന് കേരളത്തിൽ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പ്രവർത്തനം തുടങ്ങി. 112 ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കും. കേരള പോലീസിന്റെ ആസ്ഥാന മന്ദിരത്തിലാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഇവിടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ അതത് കേന്ദ്രങ്ങൾക്ക് കൈമാറി നടപടി ഉറപ്പാക്കുന്നത് പ്രത്യേക പരിശീലനം നേടിയ പോലീസ് ഉദ്യോഗസ്ഥരാണ്. വിളിക്കുന്നത് എവിടെ നിന്നാണെന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കമാൻഡ് സെന്ററിന് മനസ്സിലാക്കാനാകും. ജില്ലകളിലെ കൺട്രോൾ സെന്ററുകൾ മുഖേന പോലീസ് പെട്രോൾ വാഹനങ്ങളെ ഈ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ വളരെ വേഗത്തിൽ വിളിക്കുന്ന ആൾക്ക് സഹായം ലഭിക്കും. 112 ഇന്ത്യ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും കമാൻഡ് സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. ഈ ആപ്പിലെ പാനിക് ബട്ടൺ അമർത്തിയാൽ പോലീസ് ആസ്ഥാനത്തെ കമാൻഡ് സെന്ററിൽ സന്ദേശം ലഭിക്കും. വിവിധതരം സഹായ അഭ്യർത്ഥനകൾക്ക് വ്യത്യസ്ത ടെലിഫോൺ നമ്പറുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം നിലവിൽ വന്നതോടെ എല്ലാ ആവശ്യങ്ങൾക്കും 112 എന്ന ടോൾ ഫ്രീ നമ്പർ ഡയൽ ചെയ്താൽ മതിയാകും. ഫയർഫോഴ്സിന്റെ സേവനങ്ങൾക്കുള്ള 101, ആരോഗ്യ സംബന്ധമായ സേവനങ്ങൾക്കുള്ള 108, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള 181 എന്നീ നമ്പറുകളും ഉടൻ പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടുത്തും.